25 പ്രഭാതമുരളി ബാബ് ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, സത്യത്തിൻ്റെ സംഘം ജ്ഞാനമാർഗത്തിൽ തന്നെയാണ് ഉള്ളത്. ഇപ്പോൾ നിങ്ങൾ സത്യമായ ബാബയുടെ സംഘത്തിൽ ഇരിക്കുന്നു. ബാബയുടെ ഓർമ്മയിൽ ഇരിക്കുക എന്നാൽ സത്സംഗത്തിൽ ഇരിക്കുക എന്നാണ്. ചോദ്യം: സത്സംഗത്തിൻ്റെ ആവശ്യം കുട്ടികളായ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെയാണുള്ളത്. എന്തുകൊണ്ട്? ഉത്തരം: കാരണം തമോ പ്രധാനമായ ആത്മാവിന് ഒരു സത് പിതാവിൻ്റെയും സത് ശിക്ഷകൻ്റെയും സദ്ഗുരുവിൻ്റെയും സംഘത്തിലൂടെ തന്നെയാണ് സതോ പ്രധാനം, അതായത് കറുപ്പിൽ നിന്നും വെളുപ്പാകുവാൻ സാധിക്കുന്നത്. സത്സംഗം കൂടാതെ നിർബലമായ ആത്മാവിന് ബലവാൻ ആകാൻ സാധിക്കില്ല. ബാബയുടെ സംഘത്തിലൂടെ ആത്മാവിൽ പവിത്രതയുടെ ബലം വന്നു ചേരുന്നു. 21 ജന്മത്തേക്ക് അതിൻ്റെ തോണി മറുതീരത്ത് എത്തുന്നു. ഓം ശാന്തി. കുട്ടികൾ സത്സംഗത്തിൽ ഇരിക്കുകയാണ്. ഈ സത്യത്തിൻ്റെ സംഘത്തിൽ കൽപ്പകൽപ്പങ്ങളിൽ സംഗമത്തിൽ തന്നെയാണ് കുട്ടികൾ ഇരിക്കുന്നത്. സത്യത്തിൻ്റെ സംഘം എന്ന് ഏതിനെയാണ് പറയുന്നത് എന്ന് ലോകം അറിയുന്നില്ല. സത്സംഗം എന്ന പേര് അവിനാശിയായി തുടർന്നു വരുന്നു. ഭക്തിമാർഗത്തിലും പറയുന്നു, നമ്മൾ ഇന്ന് സത്സംഗത്തിൽ പോകുന്നു എന്ന്. ഇപ്പോൾ വാസ്തവത്തിൽ ഭക്തിമാർഗത്തിൽ ആരും സത്സംഗത്തിൽ പോകുന്നില്ല. സത്സംഗം നടക്കുന്നത് തന്നെ ജ്ഞാനമാർഗത്തിലാണ്. ഇപ്പോൾ നിങ്ങൾ സത്യത്തിൻ്റെ സംഘത്തിൽ ഇരിക്കുകയാണ്. ആത്മാക്കൾ സത് പിതാവിൻ്റെ സംഘത്തിലിരിക്കുന്നു. ഇപ്പോൾ ഒരു സ്ഥാനത്തെ ആത്മാക്കളും പരംപിത പരമാത്മാവിൻ്റെ സംഘത്തിൽ ഇരിക്കുന്നില്ല. ബാബയെ അറിയുന്നില്ല. നമ്മൾ സത്സംഗത്തിൽ പോകുന്നു എന്ന് പറയുന്നുണ്ട്, പക്ഷേ അവർ ദേഹാഭിമാനത്തിൽ വന്നു പോകുന്നു. നിങ്ങൾ ദേഹാഭിമാനത്തിൽ വരികയില്ല. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ ആത്മാവാണ്. സത്യമായ ബാബയുടെ സംഘത്തിൽ ഇരിക്കുകയാണ്. ഏതൊരു മനുഷ്യനും സത്യത്തിൻ്റെ സംഘത്തിലിരിക്കാൻ സാധിക്കുന്നില്ല. സത്യത്തിൻ്റെ സംഘം എന്ന പേരും ഇപ്പോൾ തന്നെയാണുള്ളത്. സത്യത്തിൻ്റെ സംഘം എന്നതിൻ്റെ യഥാർത്ഥ രീതിയിലുള്ള അർത്ഥം ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. നിങ്ങൾ ആത്മാക്കൾ സത്യമായ പരമാത്മാവാകുന്ന പിതാവിൻ്റെ കൂടെ ഇരിക്കുകയാണ്. ആ ഒന്ന് സത് പിതാവും സത് ടീച്ചറും സദ്ഗുരുവുമാണ്. അതിനർത്ഥം നിങ്ങൾ സത്സംഗത്തിൽ ഇരിക്കുകയാണ്. പിന്നെ ഇവിടെയോ വീട്ടിലോ ഇരിക്കുകയാണെങ്കിലും സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കുന്നു. നമ്മൾ ആത്മാക്കൾ ഇപ്പോൾ സത്യമായ ബാബയെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്, അതായത് സത്യത്തിൻ്റെ സംഘത്തിലാണ്. ബാബ മധുബനിൽ ഇരിക്കുകയാണ്. ബാബയെ ഓർമ്മിക്കുന്നതിൻ്റെ യുക്തികളും അനേകം പ്രകാരത്തിലുള്ളവ ലഭിക്കുന്നു. ഓർമ്മയിലൂടെ തന്നെയാണ് വികർമ്മം വിനാശമാകുന്നത്. ഇതും കുട്ടികൾ അറിയുന്നുണ്ട്. നമ്മൾ 16 കല സമ്പൂർണമാകുന്നു. പിന്നെ ഇറങ്ങി കല കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഭക്തിയും ആദ്യം അവ്യഭിചാരിയാണ്. പിന്നെ വീണ് വ്യഭിചാരി ഭക്തി ആകുന്നതിലൂടെ തമോ പ്രധാനമായി മാറുന്നു. പിന്നെ അവർക്ക് സത്യത്തിൻ്റെ സംഘം തീർച്ചയായും വേണം. ഇല്ലെങ്കിൽ എങ്ങനെ പവിത്രമാകും? ഇപ്പോൾ നിങ്ങൾ ആത്മാക്കൾക്ക് സത്യമായ ബാബയുടെ സംഘം ലഭിച്ചു. ആത്മാവ് അറിയുന്നുണ്ട്, നമുക്ക് ബാബയെ ഓർമ്മിക്കണം. ആ ഒന്നിൻ്റെ തന്നെ സംഘമാണ്. ഓർമ്മയെയും സംഘം എന്ന് പറയും. ഇതാണ് സത്യത്തിൻ്റെ സംഘം. ഈ ദേഹം ഉണ്ടായിരിക്കുമ്പോഴും നിങ്ങൾ ആത്മാക്കൾ എന്നെ ഓർമ്മിക്കൂ. ഇതാണ് സത്യത്തിൻ്റെ സംഘം. ഇന്നയാൾക്ക് വലിയ വ്യക്തിയുടെ കൂട്ട് ഉണ്ടായിരിക്കുകയാണ്, അതിനാൽ ദേഹാഭിമാനിയായിരിക്കുകയാണ് എന്ന് പറയാറുണ്ടല്ലോ. ഇപ്പോൾ നിങ്ങളുടെ സംഘം ഉണ്ടായിരിക്കുന്നത് സത് പിതാവിനോടാണ്. അതിലൂടെ നിങ്ങൾ തമോ പ്രധാനത്തിൽ നിന്നും സതോ പ്രധാനമായി മാറുന്നു. ബാബ പറയുന്നു, ഞാൻ ഒരേ ഒരു തവണ വരുന്നു. ഇപ്പോൾ ആത്മാവിന് പരമാത്മാവുമായുള്ള സംഘം ഉണ്ടാകുന്നതിലൂടെ നിങ്ങൾ 21 ജന്മത്തേക്ക് മറുതീരത്തെത്തുന്നു.
പിന്നെ നിങ്ങൾക്ക് ദേഹത്തിൻ്റെ സംഘം, അതായത് കൂട്ട് ഉണ്ടാകുന്നു. ഇതും ഡ്രാമയിൽ ഉണ്ടാക്കപ്പെട്ടതാണ്. ബാബ പറയുന്നു, എന്നോടൊപ്പം കുട്ടികളായ നിങ്ങളുടെ സംഘം ഉണ്ടാകുന്നതിലൂടെ നിങ്ങൾ സദോ പ്രധാനമായി മാറുന്നു. അതിനെ ഗോൾഡൻ ഏജ്ഡ് എന്ന് പറയുന്നു. സാധു സന്യാസിമാരും മറ്റും ആത്മാവ് നിർലേപമാണ്, എല്ലാം പരമാത്മാവ് തന്നെ പരമാത്മാവാണ് എന്ന് മനസ്സിലാക്കുന്നു. എന്നാൽ ഇതിൻ്റെ അർത്ഥം പരമാത്മാവിൽ മാലിന്യം ചേർന്നിരിക്കുന്നു എന്നാണ്. പരമാത്മാവിൽ മാലിന്യം ചേരുക സാധ്യമല്ല. ബാബ പറയുന്നു, പരമാത്മാവ് എന്നിൽ മാലിന്യം ചേരുന്നുണ്ടോ? ഇല്ല, ഞാൻ സദാ പരംധാമത്തിൽ വസിക്കുന്നു. കാരണം എനിക്ക് ജനന മരണത്തിൽ വരേണ്ടതില്ല. ഇത് കുട്ടികളായി നിങ്ങൾ അറിയുന്നുണ്ട്. നിങ്ങളിലും ചിലർക്ക് കൂടുതൽ സംഘമുണ്ട്, ചിലരുടേത് കുറവാണ്. ചിലരാണെങ്കിൽ നല്ല രീതിയിൽ പുരുഷാർത്ഥം ചെയ്ത് യോഗത്തിൽ ഇരിക്കുന്നു. എത്രത്തോളം ആത്മാവ് ബാബയുടെ കൂട്ടുകൂടുമോ അത്രയും നേട്ടമാണ്. വികർമ്മം വിനാശമാകും. ബാബ പറയുന്നു, ഹേ ആത്മാക്കളെ, പിതാവായ എന്നെ ഓർമ്മിക്കൂ, എൻ്റെ കൂട്ടുകൂടൂ. എനിക്ക് ഈ ശരീരത്തിൻ്റെ ആധാരം എടുക്കേണ്ടി വരുന്നു. ഇല്ലെങ്കിൽ പരമാത്മാവ് എങ്ങനെയാണ് സംസാരിക്കുക? ആത്മാക്കൾ എങ്ങനെ കേൾക്കും? ഇപ്പോൾ കുട്ടികളായ നിങ്ങളുടെ സംഘമാണ് സത്യത്തിൻ്റെ കൂടെ. സത് പിതാവിനെ നിരന്തരം ഓർമ്മിക്കണം. ആത്മാവിന് സത്യത്തിൻ്റെ കൂട്ടുകൂടേണ്ടതുണ്ട്. ആത്മാവും വണ്ടർഫുള്ളാണ്, പരമാത്മാവും വണ്ടർഫുള്ളാണ്, ലോകവും വണ്ടർഫുള്ളാണ്. ഈ ലോകം എങ്ങനെയാണ് ചക്രം കറങ്ങുന്നത്? വണ്ടറാണ്. നിങ്ങൾ മുഴുവൻ ഡ്രാമയിലും ഓൾറൗണ്ട് പാർട്ട് അഭിനയിക്കുന്നു. നിങ്ങളുടെ ആത്മാവിൽ 84 ജന്മങ്ങളുടെ പാർട്ട് അടങ്ങിയിട്ടുണ്ട്. വണ്ടറാണ്. സത്യുഗി ആത്മാക്കളും ഈ കാലത്തെ ആത്മാക്കളും. അതിലും നിങ്ങളുടെ ആത്മാവ് ഏറ്റവും കൂടുതൽ ഓൾറൗണ്ടറാണ്. നാടകത്തിൽ ചിലരുടെ പാർട്ട് തുടക്കം മുതലേ ഉണ്ട്, ചിലർക്ക് ഇടയിൽ വച്ചും ചിലർക്ക് അവസാനമായിരിക്കും പാർട്ട്. അതെല്ലാം പരിധിയുള്ള ഡ്രാമയാണ്. അതും ഇപ്പോൾ ഇറങ്ങിയതാണ്. ഇപ്പോൾ സയൻസിൻ്റെ ഇത്രയും ബലമുണ്ട്. സത്യയുഗത്തിൽ അതിന് എത്രമാത്രം ബലമുണ്ടായിരിക്കും? പുതിയ ലോകം എത്ര വേഗമായിരിക്കും തയ്യാറാകുന്നത്? അവിടെ പവിത്രതയുടെ ബലമാണ് മുഖ്യം. ഇപ്പോൾ നിർബലമാണ്, അവിടെ ബലവാനാണ്. ഈ ലക്ഷ്മി നാരായണൻ ബലവാനാണല്ലോ. ഇപ്പോൾ രാവണൻ ബലം തട്ടിയെടുത്തു. പിന്നെ നിങ്ങൾ ആ രാവണന്റെ മേൽ ജയം നേടി എത്ര ബലവാനാകുന്നു? എത്രത്തോളം സത്യത്തിൻ്റെ കൂട്ടുകൂടുമോ, അതായത് ആത്മാവ് എത്രത്തോളം സത്പിതാവിനെ ഓർമ്മിക്കുന്നുവോ അത്രയും ബലവാനാകുന്നു. പഠനത്തിലും ബലം ലഭിക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്കും ബലം ലഭിക്കുന്നു. മുഴുവൻ വിശ്വത്തിൻ്റെ മേലും നിങ്ങൾ ആജ്ഞ നടപ്പിലാക്കുന്നു. ആത്മാവിന് സത്യത്തോടൊപ്പമുള്ള യോഗം സംഗമത്തിൽ തന്നെയാണ് ഉണ്ടാകുന്നത്. ബാബ പറയുന്നു, ആത്മാവിന് എൻ്റെ സംഘം ലഭിക്കുന്നതിലൂടെ ആത്മാവ് വളരെയധികം ബലവാനായി മാറുന്നു. ബാബ വേൾഡ് ഓൾമൈറ്റി അതോറിറ്റി ആണല്ലോ. ആ ഒന്നിലൂടെ ബലം ലഭിക്കുന്നു. ഇതിൽ എല്ലാ വേദശാസ്ത്രങ്ങളുടെയും ആദിമധ്യ അന്ത്യത്തിൻ്റെ ജ്ഞാനം ഉൾപ്പെടുന്നു. ബാബ ഓൾമൈറ്റി ആയിരിക്കുന്നത് പോലെ നിങ്ങളും ഓൾമൈറ്റി ആകുന്നു. വിശ്വത്തിൻ്റെ മേൽ നിങ്ങൾ രാജ്യം ഭരിക്കുന്നു. നിങ്ങളിൽ നിന്നും ആർക്കും തട്ടിയെടുക്കുവാൻ സാധിക്കില്ല. നിങ്ങൾക്ക് എന്നിലൂടെ എത്ര ബലം ലഭിക്കുന്നു? ഈ ഒന്നിനും ബലം ലഭിക്കുന്നു. എത്രത്തോളം ബാബയെ ഓർമ്മിക്കുമോ അത്രയും ബലം ലഭിക്കും. ബാബ മറ്റൊരു പ്രയാസവും നൽകുന്നില്ല, കേവലം ഓർമ്മിക്കണം, ഇത്രമാത്രം. 84 ജന്മങ്ങളുടെ ചക്രം ഇപ്പോൾ പൂർത്തിയായി. ഇപ്പോൾ തിരികെ പോകേണ്ടതുണ്ട്. ഇത് മനസ്സിലാക്കുന്നത് വലിയ കാര്യമൊന്നുമല്ല. അധികം വിശദീകരണങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ബീജത്തെ അറിയുന്നതിലൂടെ മനസ്സിലാക്കുന്നു. ഇതിൽ നിന്നും ഈ മുഴുവൻ വൃക്ഷവും എങ്ങനെയാണ് വരുന്നത്? നട്ഷെല്ലിൽ ബുദ്ധിയിൽ വരുന്നു. ഇത് വളരെ വിചിത്രമായ കാര്യങ്ങളാണ്. ഭക്തി മാർഗത്തിൽ മനുഷ്യർ എത്ര തിക്കും തിരക്കും കൊള്ളുന്നു, പ്രയത്നിക്കുന്നു, ഒന്നും ലഭിക്കുന്നില്ല. എന്നിരുന്നാലും ബാബ വന്ന് നിങ്ങളെ വിശ്വത്തിൻ്റെ അധികാരിയാക്കുന്നു.
നമ്മൾ യോഗബലത്തിലൂടെ വിശ്വത്തിൻ്റെ അധികാരിയാകുന്നു. ഈ പുരുഷാർത്ഥം ചെയ്യണം. ഭാരതത്തിൻ്റെ യോഗം പ്രസിദ്ധമാണ്. യോഗത്തിലൂടെ നിങ്ങളുടെ ആയുസ് എത്ര വലുതാകുന്നു. സത്യത്തിൻ്റെ സംഘത്തിലൂടെ എത്ര നേട്ടമുണ്ടാകുന്നു. ആയുസ്സും വലുതാകുന്നു, ശരീരവും നിരോഗിയാകുന്നു. ഈ എല്ലാ കാര്യങ്ങളും കുട്ടികളായ നിങ്ങളുടെ ബുദ്ധിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. നിങ്ങൾ ബ്രാഹ്മണർക്കല്ലാതെ മറ്റാർക്കും തന്നെ സത്യവുമായി സംഘമില്ല. നിങ്ങൾ പ്രജാപിത ബ്രഹ്മാവിൻ്റെ സന്താനമാണ്, മുത്തച്ഛൻ്റെ പൗത്രരാണ്. അപ്പോൾ ഇത്രയും സന്തോഷമുണ്ടായിരിക്കണം. നമ്മൾ മുത്തച്ഛൻ്റെ പൗത്രരാണ്. സമ്പത്തും മുത്തച്ഛനിൽ നിന്നും ലഭിക്കുന്നു. ഇതുതന്നെയാണ് ഓർമ്മയുടെ യാത്ര. ബുദ്ധിയിൽ ഈ സ്മരണ ഉണ്ടായിരിക്കേണ്ടതാണ്. ആ സത്സംഗങ്ങളിലാണെങ്കിൽ ഒരു സ്ഥാനത്ത് പോയിരിക്കുന്നു. ഇവിടെ ആ കാര്യമില്ല. ഒരു സ്ഥാനത്ത് ഇരുന്നാൽ മാത്രമേ സത്യത്തിൻ്റെ സംഘം ഉണ്ടാകൂ എന്നൊന്നുമില്ല. ഇല്ല, എഴുന്നേൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ചുറ്റി സഞ്ചരിക്കുമ്പോഴും നമ്മൾ സത്യത്തിൻ്റെ സംഘത്തിലാണ്. അഥവാ ആ ഒന്നിനെ ഓർമ്മിക്കുകയാണെങ്കിൽ. ഓർമ്മിക്കുന്നില്ലെങ്കിൽ ദേഹാഭിമാനത്തിലാണ്. ദേഹം അസത്യ വസ്തുവാണല്ലോ. ദേഹത്തെ സത്യം എന്ന് പറയില്ല. ശരീരം ജഡമാണ്, 5 തത്വങ്ങളാൽ നിർമ്മിതമാണ്. അതിൽ ആത്മാവ് ഇല്ലെങ്കിൽ അനക്കമുണ്ടാകില്ല. മനുഷ്യൻ്റെ ശരീരത്തിന് വാല്യൂ ഇല്ല, മറ്റെല്ലാത്തിൻ്റെയും ശരീരത്തിന് വാല്യൂ ഉണ്ട്. സൗഭാഗ്യം ആത്മാവിനാണ് ലഭിക്കേണ്ടത്. ഞാൻ ഇന്നയാളാണ് എന്ന് ആത്മാവാണല്ലോ പറയുന്നത്. ബാബ പറയുന്നു, ആത്മാവ് എങ്ങനെയായിരിക്കുകയാണ്? മുട്ട, ആമ, മത്സ്യം എല്ലാം കഴിക്കുന്നു. ഓരോരുത്തരും ഭസ്മാസുരനാണ്. സ്വയം തന്നെ തന്നെ ഭസ്മമാക്കുന്നു. എങ്ങനെ? കാമചിതയിലിരുന്ന് ഓരോരുത്തരും സ്വയം തന്നെ ഭസ്മമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭസ്മാസുരനായല്ലോ. ഇപ്പോൾ നിങ്ങൾ ജ്ഞാനചിതയിലിരുന്ന് ദേവതയാകുന്നു. മുഴുവൻ ലോകവും കാമചിതയിലിരുന്ന് ഭസ്മമായി കഴിഞ്ഞു. തമോ പ്രധാനവും കറുപ്പുമായിരിക്കുകയാണ്. ബാബ വരുന്നു കുട്ടികളെ കറുപ്പിൽ നിന്നും വെളുപ്പാക്കുന്നതിന് വേണ്ടി. അപ്പോൾ ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു, ദേഹാഭിമാനം ഉപേക്ഷിച്ച് സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നു. പിന്നെ പഠനം വീട്ടിലിരിക്കുമ്പോഴും ബുദ്ധിയിൽ ഉണ്ടായിരിക്കുന്നുവല്ലോ. ഇതും നിങ്ങളുടെ ബുദ്ധിയിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ഇത് നിങ്ങളുടെ സ്റ്റുഡൻറ് ലൈഫാണ്. എയിം ഓബ്ജക്റ്റ് മുന്നിൽ നിൽക്കുന്നു. എഴുന്നേൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ബുദ്ധിയിൽ ഈ നോളജ് ഉണ്ടായിരിക്കേണ്ടതാണ്. ഇവിടെ കുട്ടികൾ വരുന്നു, റിഫ്രഷ് ആകുന്നു. ഇങ്ങനെയെല്ലാം മനസ്സിലാക്കിച്ചു കൊടുക്കൂ എന്ന് യുക്തികൾ മനസ്സിലാക്കിച്ചു തരുന്നു. ലോകത്തിൽ അനേകാനേകം സത്സംഗങ്ങളുണ്ട്. എത്ര മനുഷ്യർ വന്ന് ഒത്തുകൂടുന്നു. വാസ്തവത്തിൽ അത് സത്യത്തിൻ്റെ സംഘമല്ല. സത്യത്തിൻ്റെ സംഘം ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് തന്നെയാണ് ലഭിക്കുന്നത്. ബാബ തന്നെ വന്ന് സത്യയുഗം സ്ഥാപിക്കുന്നു. നിങ്ങൾ അധികാരിയായി മാറുന്നു. ദേഹാഭിമാനത്തിലൂടെ അഥവാ അസത്യമായ അഭിമാനത്തിലൂടെ നിങ്ങൾ വീണു പോകുന്നു. സത്യത്തിൻ്റെ സംഘത്തിലൂടെ നിങ്ങൾ കയറുന്നു. പകുതി കൽപ്പം നിങ്ങൾ പ്രാപ്തി അനുഭവിക്കുന്നു. അവിടെയും നിങ്ങൾക്ക് സത്യത്തിൻ്റെ സംഘമുണ്ട് എന്നല്ല. ഇല്ല, സത്യത്തിൻ്റെ സംഘവും അസത്യത്തിൻ്റെ സംഘവും എന്ന് പറയുന്നത് രണ്ടും ഹാജരായിരിക്കുമ്പോഴാണ്. സത്പിതാവ് എപ്പോഴാണോ വരുന്നത്, ആ ഒന്ന് വന്ന് സർവകാര്യങ്ങളും മനസ്സിലാക്കിച്ചു തരുന്നു. എപ്പോൾ വരെയും ആ സത്പിതാവ് വന്നില്ലയോ അതുവരെയും ആരും അറിയുന്നതേയില്ല. ഇപ്പോൾ ബാബ കുട്ടികളായി നിങ്ങളോട് പറയുന്നു, ഹേ ആത്മാക്കളെ, എന്നോട് കൂട്ടുവയ്ക്കൂ. ദേഹത്തിൻ്റെ ഏതൊരു സംഘം ലഭിച്ചുവോ അതിൽ നിന്നും ഉപരാമമാകൂ. ദേഹത്തിൻ്റെ സംഘം സത്യയുഗത്തിലും ഉണ്ടായിരിക്കും. എന്നാൽ അവിടെ നിങ്ങൾ പാവനം തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ സത്യത്തിൻ്റെ സംഘത്തിലൂടെ പതീതത്തിൽ നിന്നും പാവനമാകുന്നു. പിന്നെ ശരീരവും സദോ പ്രധാനമായത് ലഭിക്കും. ആത്മാവും സദോ പ്രധാനമായിരിക്കും. ഇപ്പോഴാണെങ്കിൽ ലോകവും തമോ പ്രധാനമാണ്. ലോകം പുതിയതും പഴയതുമാകുന്നു. പുതിയ ലോകത്തിൽ തീർച്ചയായും ആദി സനാതന ദേവീദേവതാ ധർമ്മം ഉണ്ടായിരുന്നു.
ഇന്ന് ആ ധർമ്മത്തെ മറച്ച് ആദി സനാതന ഹിന്ദു ധർമ്മം എന്ന് പറയുന്നു കുഴങ്ങിപ്പോയിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ഭാരതവാസികൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ പ്രാചീന ദേവീ ദേവതാ ധർമ്മത്തിലേതായിരുന്നു, സത്യയുഗത്തിൻ്റെ അധികാരിയായിരുന്നു. എന്നാൽ ആ ലഹരി എവിടെ? കൽപ്പത്തിൻ്റെ ആയുസ് തന്നെ നീണ്ടതാക്കി എഴുതിയിരിക്കുന്നു. എല്ലാ കാര്യങ്ങളും മറന്നുപോയി. ഇതിൻ്റെ പേര് തന്നെ ഭൂൽ ഭുലയ്യയുടെ കളി എന്നാണ്. അതായത് അകത്ത് കയറിയാൽ പുറത്ത് ഇറങ്ങാൻ കഴിയാത്ത വിധം സങ്കീർണമായ വഴികളുള്ളത്. ഇപ്പോൾ സത് പിതാവിലൂടെ നിങ്ങൾ മുഴുവൻ നോളജും അറിയുന്നതിലൂടെ ഉയർന്ന പദവി നേടുന്നു. പിന്നെ പകുതി കൽപ്പത്തിനു ശേഷം താഴെ വീഴുന്നു. കാരണം രാവണ രാജ്യം ആരംഭിക്കുന്നു. ലോകം പഴയതാകുന്നുവല്ലോ. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ പുതിയ ലോകത്തിൻ്റെ അധികാരിയായിരുന്നു, ഇപ്പോൾ പഴയ ലോകത്തിലാണ്. ചിലർക്കാണെങ്കിൽ ഇതുപോലും ഓർമ്മയുണ്ടായിരിക്കുന്നില്ല. ബാബ നമ്മളെ സ്വർഗവാസിയാക്കുന്നു. പകുതി കൽപ്പം നമ്മൾ സ്വർഗവാസിയായിരിക്കും, പിന്നെ പകുതി കൽപ്പത്തിനു ശേഷം താഴെ വീഴുന്നു. കാരണം രാവണ രാജ്യം ആരംഭിക്കുന്നു. ലോകം പഴയതാകുമല്ലോ. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ബാബ നമ്മളെ സ്വർഗവാസിയാക്കുന്നു. പകുതി കൽപ്പം നമ്മൾ സ്വർഗവാസിയായിരിക്കും, പിന്നെ നരകവാസിയാകും. നിങ്ങളും മാസ്റ്റർ ഓൾമൈറ്റി ആയിരിക്കുകയാണ് നമ്പർ വൈസ് പുരുഷാർത്ഥം അനുസരിച്ച്. ഇതാണ് ജ്ഞാനാമൃതത്തിൻ്റെ ഡോസ്. ശിവബാബയ്ക്ക് ലഭിച്ചിരിക്കുന്ന ഓർഗൻസ് പഴയതാണ്, പുതിയ ഓർഗൻസ് ലഭിക്കുന്നില്ല. പഴയ വാദ്യമാണ് ലഭിക്കുന്നത്. ബാബ വരുന്നതും വാനപ്രസ്ഥ അവസ്ഥയിൽ തന്നെയാണ്. കുട്ടികൾക്ക് സന്തോഷമുണ്ടാകുന്നു, അപ്പോൾ ബാബയും സന്തോഷിക്കുന്നു. ബാബ പറയുന്നു, ഞാൻ പോകുന്നത് കുട്ടികൾക്ക് നോളജ് നൽകി രാവണനിൽ നിന്നും മോചിപ്പിക്കാനാണ്. പാട്ടാണെങ്കിൽ സന്തോഷത്തോടെയാണല്ലോ അഭിനയിക്കപ്പെടുന്നത്. ബാബ വളരെ സന്തോഷത്തോടെ പാട്ട് അഭിനയിക്കുന്നു. ബാബയ്ക്ക് കൽപ്പകൽപ്പങ്ങളിൽ വരേണ്ടി വരുന്നു. ഈ പാട്ട് ഒരിക്കലും നിലയ്ക്കുന്നില്ല. കുട്ടികൾക്ക് വളരെയധികം സന്തോഷമുണ്ടായിരിക്കണം. എത്രത്തോളം സത്യത്തിൻ്റെ കൂട്ടുകൂടുമോ അത്രയും സന്തോഷമുണ്ടാകും. ഓർമ്മിക്കുന്നത് കുറവാണ്, അതിനാൽ ഇത്രയും സന്തോഷം നിലനിൽക്കുന്നില്ല. ബാബ കുട്ടികൾക്ക് ധനസമ്പത്തുകൾ നൽകുന്നു. ഏത് കുട്ടികളാണോ സത്യമായ ഹൃദയമുള്ളവർ, അവരിൽ ബാബയ്ക്ക് വളരെയധികം സ്നേഹമുണ്ടായിരിക്കും. സത്യമായ ഹൃദയത്തിൽ പ്രഭു തൃപ്തനായിരിക്കുന്നു. അകമേയും പുറമേയും ആരാണോ സത്യതയോടെ ഇരിക്കുന്നത്, ബാബയുടെ സഹായിയാകുന്നത്, സർവീസിൽ തൽപരരായിരിക്കുന്നത്, അവർ തന്നെയാണ് ബാബയ്ക്ക് പ്രിയമായി തോന്നുന്നത്. തൻ്റെ ഹൃദയത്തോട് ചോദിക്കണം, നമ്മൾ സത്യസത്യമായ സർവീസ് ചെയ്യുന്നുണ്ടോ? സത്യമായ ബാബയുടെ കൂടെ കൂട്ടു വയ്ക്കുന്നുണ്ടോ? അഥവാ സത്യമായ ബാബയോടൊപ്പം കൂട്ടുവയ്ക്കുന്നില്ല എങ്കിൽ ഗതി എന്താകും? വളരെ പേർക്ക് വഴി പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഉയർന്ന പദവിയും നേടും. സത്യമായ ബാബയിൽ നിന്നും നമ്മൾ എന്ത് സമ്പത്താണ് നേടിയത്? തൻ്റെ ഉള്ളിൽ നോക്കണം. ഇത് നമ്പർ വൈസായി അറിയുന്നുണ്ട്. ചിലർ ഒരളവിൽ സമ്പത്ത് നേടുന്നു, ചിലർ മറ്റൊരളവിൽ നേടുന്നു. രാപകലിൻ്റെ വ്യത്യാസമുണ്ടായിരിക്കുന്നു. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം. നിങ്ങൾക്ക് ഈ ദേഹത്തിൻ്റെ ഏതൊരു സംഘം ലഭിച്ചിരിക്കുന്നുവോ, ഈ സംഘത്തിൽ നിന്നും ഉപരാമം ആയിരിക്കണം. സത്യത്തിൻ്റെ സംഘത്തിലൂടെ പാവനമാകണം. ഈ സ്റ്റുഡൻറ് ലൈഫിൽ നടക്കുമ്പോഴും ചുറ്റി സഞ്ചരിക്കുമ്പോഴും ബുദ്ധിയിൽ നോളജ് കറങ്ങിക്കൊണ്ടിരിക്കട്ടെ. എയിം ഓബ്ജക്റ്റ് മുന്നിൽ വെച്ച് പുരുഷാർത്ഥം ചെയ്യണം. സത്യമായ ഹൃദയത്തോടെ ബാബയുടെ സഹായിയാകണം. വരദാനം. അവ്യഭിചാരിയും നിർവിഘ്നവുമായ സ്ഥിതിയിലൂടെ ഫസ്റ്റ് ജന്മത്തിൻ്റെ പ്രാപ്തി നേടിയെടുക്കുന്ന സമീപവും സമാനവുമായി ഭവിക്കട്ടെ. ഏത് കുട്ടികളാണോ ഇവിടെ ബാബയുടെ ഗുണങ്ങളുടെയും സംസ്കാരങ്ങളുടെയും സമീപം ആയിരിക്കുന്നത്,
സർവസംബന്ധങ്ങളിലൂടെ ബാബയുടെ കൂട്ടുകെട്ടും സമാനതയും അനുഭവിക്കുന്നത് അവർ തന്നെയാണ്. അവിടെ റോയൽ കുലത്തിൽ ഫസ്റ്റ് ജന്മത്തിൻ്റെ സംബന്ധത്തിൽ സമീപം വരുന്നത്. ആരാണോ ആദ്യം മുതൽ ഇപ്പോൾ വരെയും അവ്യഭിചാരിയും നിർവിഘ്നവുമായിരുന്നത്, അവർ തന്നെയാണ് ഫസ്റ്റിൽ വരുന്നത്. നിർവിഘ്നത്തിൻ്റെ അർത്ഥം വിഘ്നം വരികയേയില്ല എന്നല്ല. വിഘ്ന വിനാശകൻ അഥവാ വിഘ്നങ്ങളുടെ മേൽ സദാ വിജയി ആയിരിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ അഥവാ ആദ്യം മുതൽ അന്തിമം വരെയും ശരിയായിരിക്കുന്നുവെങ്കിൽ ഫസ്റ്റ് ജന്മത്തിൽ കൂട്ടുകാരാകും. സ്ലോഗൻ: സൈലൻസിൻ്റെ പവറിലൂടെ നെഗറ്റീവിനെ പോസിറ്റീവിലേക്ക് പരിവർത്തനപ്പെടുത്തൂ. അവ്യക്ത സൂചന: ഏകാന്തപ്രിയരാകൂ. ഏകതയും ഏകാഗ്രതയും സ്വായത്തമാക്കൂ. ഏകാന്തവാസി എന്നാൽ സദാ സ്ഥൂല ഏകാന്തതയോടൊപ്പം ഒന്നിൻ്റെ ആഴങ്ങളിൽ ഇരിക്കുക. ഏകാഗ്രതയുടെ ശക്തിയിലൂടെ ഏതൊരു ആത്മാവിൻ്റെയും മെസ്സേജ് ആ ആത്മാവിലേക്ക് എത്തിക്കാൻ സാധിക്കും. ഏതൊരു ആത്മാവിനെയും ആഹ്വാനം ചെയ്യാൻ സാധിക്കും. ഏതൊരു ആത്മാവിൻ്റെയും ശബ്ദം ക്യാച്ച് ചെയ്യുവാൻ സാധിക്കും. ഏതൊരു ആത്മാവിനും ദൂരെ ഇരുന്നുകൊണ്ട് സഹയോഗം നൽകുവാൻ സാധിക്കും. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. ജ്ഞാനത്തിൻ്റെ മൂന്നാമത്തെ നേത്രത്തിലൂടെ തൻ്റെ ആത്മസ്വരൂപത്തെ ദർശിക്കൂ. മസ്തക സിംഹാസനത്തിൽ നക്ഷത്രം പോലെ തിളങ്ങുന്ന ആത്മജ്യോതിയെ സ്പഷ്ടമായി കാണൂ. ഞാൻ മസ്തക സിംഹാസനത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്വരാജ്യ അധികാരിയാണ്. മനോബുദ്ധികളുടെ അധികാരിയാണ്. കർമ്മേന്ദ്രിയങ്ങളുടെ അധികാരിയാണ്. സർവശക്തികളുടെയും അധികാരിയാണ്. സ്വയം ശക്തിശാലി ആത്മാവായി വിഭാവന ചെയ്യൂ. എന്നിൽ നിന്നും നാല് ഭാഗത്തും ശക്തിശാലി കിരണങ്ങൾ വ്യാപിക്കുകയാണ്. ഈ ശക്തിശാലി കിരണങ്ങൾ ശക്തിയുടെ ഒരു പ്രഭാമണ്ഡലം എനിക്ക് ചുറ്റും നിർമ്മിക്കുന്നു. ആ പ്രഭാമണ്ഡലത്തിനുള്ളിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. തൻ്റെ മനസ്സും ബുദ്ധിയും കൊണ്ട് സ്വയം തന്നെ ദേഹത്തിൽ നിന്നും ഉപരിയാക്കി സൂര്യ ചന്ദ്ര നക്ഷത്രങ്ങൾക്കും ഉപരിയാക്കി സൂക്ഷ്മലോകത്തിലും ഉപരിയാക്കി പരമധാമത്തിൽ സ്ഥിതി ചെയ്യിക്കൂ. സർവത്ര സ്വർണ്ണ ചുവപ്പ് പ്രകാശം നിറഞ്ഞ ഈ ശാന്തിധാമം എൻ്റെ ഗ്രഹമാണ്.
ഇവിടെ ഡീപ് സൈലൻസ് ആണ്. ഈ അതിശാന്തിയുടെ ഗൃഹത്തിൽ ഞാൻ സമ്പൂർണ്ണ സ്വസ്ഥ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നു. സമ്പൂർണ്ണ മുക്ത അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നു. ഈ പരമധാമത്തിൽ ബുദ്ധിയാകുന്ന നേത്രം കൊണ്ട് സർവശക്തിവാനായ സൃഷ്ടിയുടെ ബീജരൂപനായ ശിവബാബയുടെ സ്വരൂപത്തെ സ്പഷ്ടമായി കാണും. ശിവബാബയുടെ അനന്ത ശക്തികളുടെ കിരണങ്ങൾ ആത്മാവിൽ പതിക്കുന്നതായി വിഭാവന ചെയ്യൂ. പരമധാമത്തിലെ ഈ മഹാജ്യോതിയിൽ നിന്നും സർവശക്തികളും ഞാൻ ഉൾക്കൊള്ളുകയാണ്. ഞാൻ മാസ്റ്റർ സർവശക്തിവാനായി മാറുന്നു. എന്നിൽ നിന്നും ശക്തിയുടെ പ്രകാശകിരണങ്ങൾ മുഴുവൻ വിശ്വത്തിലും വ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ സർവശ്രേഷ്ഠ ശക്തിശാലി സ്ഥിതി പ്രാപ്തമാക്കി ഞാൻ മസ്തക സിംഹാസനത്തിലേക്ക് മടങ്ങി വരുന്നു.